ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പം നാളെ ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാവട്ടെ. എല്ലാ കൂട്ടുകാർക്കും ബൈത്തുൽ ഗാർഡനിൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് അഗ്ലോണിമ പ്ലാന്റ്സ്, ഇന്ന് ബേബി പ്ലാന്റ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്ന വീഡിയോ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സെയിൽ നടത്തിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ്. നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്, പക്ഷേ ഒറ്റ ബേബി പ്ലാന്റ് വരുന്നില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ അതിനെ റീപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അവർക്കും അല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ ചെടി വളർത്തുന്നവർക്ക് ബേബി പ്ലാന്റ് വരാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് നല്ല പരിചരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാനാണ്. കാരണം ഒരുപാട് വെള്ളം ഒരുപാട് വെയിലൊന്നും ഇല്ലാതെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമ്മൾ നട്ടു കൊടുക്കും. നമ്മളിപ്പോൾ നേഴ്സറിയിൽ നിന്നൊക്കെ അഗ്ലോണിമ പ്ലാന്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയാൽ വാങ്ങും, അങ്ങനെ അല്ലെങ്കിൽ അയൽവക്കത്തുനിന്ന് അടുത്ത വീട്ടിൽ നിന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി കൊടുക്കട്ടെ. എനിക്കൊരു ഷംന എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, അവിടുന്ന് ഞാൻ വാങ്ങും, അവിടുന്ന് അങ്ങോട്ടും കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിപ്പോൾ അഗ്ലോണിമൻ്റെ ഒരു കട്ടിങ്സ്, അത് മദർ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്ഥലത്താണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഇട്ടത്. അപ്പം നമുക്ക് പിന്നെ എങ്ങനെയാണ് നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സിന് ബേബി ഒന്നാമത്തെ ഈ ഒരു പൂ പോലെ കാണുന്നില്ലേ, ഒരു മുട്ട് പോലെ, അത് ഇതിൽ വെക്കാൻ പാടില്ല കേട്ടോ. അത് നമുക്ക് പിന്നെ ഒരു മെച്ചൂർ ആയിട്ടുണ്ട്, അതായത് ചെടി നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ മെച്ചൂർ ആയിട്ടുള്ള കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ബേബി പ്ലാന്റ് ഒക്കെ വരുന്നൊരു സമയത്താണ് ആ പൂവ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പൂവ് എടുത്ത് കളയുന്നതാണ് നല്ലത് കേട്ടോ. ചില സമയത്ത് നമുക്ക് എടുക്കാൻ മറന്നു പോകും, ഇപ്പം മറന്നു പോയതാണ്. അപ്പോൾ അത് കഴിയുന്നത്, പക്ഷേ ഇതിലൊക്കെ ഇഷ്ടം പോലെ ബേബി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചെടി വെക്കുന്ന സ്ഥലം, അതായത് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ അഗ്ലോണിമസ് പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം സൺലൈറ്റ് അവർക്ക് കിട്ടുകയും വേണം, അവരറിയാത്ത രീതിയിൽ അവർക്ക് സൺലൈറ്റ് കിട്ടണം കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കേണ്ടത്. അല്ലാതെ തീരെ വെളിച്ചമില്ലാത്ത, അതായത് തീരെ ഒരു ഇരുടുള്ള സ്ഥലത്തൊന്നും നമ്മൾ ചെടി വെക്കരുത്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഈ റെഡ് കളറൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ എന്തായാലും ഇത് സെറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ എന്തായാലും വളം കൊടുക്കണം. വളം കൊടുക്കാതെ ചെടി അങ്ങനെ തന്നെ നമ്മൾ ചട്ടിയിൽ നട്ട് കൊടുത്തിട്ട് ചെടി അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും എന്താണ് ബേബി പ്ലാന്റ് ഒന്നും വരില്ല. നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മൾ വളം കൊടുക്കണം. വെള്ളത്തിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സ് നല്ല നീർവാഴ്ചയുള്ള പോട്ടി മിക്സാണ്, അതായത് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ കൊക്കോപ്പിറ്റ് എടുക്കണം, മണൽ, ഉമി ഉണ്ടെങ്കിൽ ഉമി, അങ്ങനെയുള്ള അല്ലെങ്കിൽ പെർലൈറ്റ്, ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സിലാണ്. നമ്മൾ ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് എല്ലുപൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മൾ ചെടി നട്ട് കൊടുക്കുന്നത്. ചെടി നട്ട് കൊടുത്ത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം, നമ്മളിപ്പോൾ വലിയ പ്ലാന്റ് അല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ വലിയ ചട്ടിയല്ലെന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പ്ലാന്റ് നടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണോ, ചെടി അധികം വലിയ പോട്ടിലേക്ക് നടാത്ത നല്ല കേട്ടോ. ഇനി വലിയ ചെടി ആയതിന് ശേഷം നമ്മൾ നട്ട് കൊടുത്താൽ മതി. ഈ അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ നമ്മൾ അതിൻ്റെ ചെടിക്ക് അനുസരിച്ചുള്ള ഒരു പോട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് നമുക്ക് ബേബി പ്ലാന്റ് വന്നതിന് ശേഷം നമുക്ക് അത് അടർത്തി മാറ്റിയിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെള്ളത്തിൻ്റെതും അത് തന്നെ വളമൊക്കെ കൊടുത്താലേ നമ്മളെ ചെടി നല്ല രീതിയിലാവുള്ളൂ. അപ്പോൾ ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ കാണിക്കുന്നതിലൊക്കെ നന്നായിട്ട് ഷൂട്ട് വന്നിട്ടുണ്ട്, അതായത് നന്നായിട്ട് ബേബി പ്ലാന്റ് ഉണ്ട് കേട്ടോ. എല്ലാത്തിലും എനിക്ക് ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ബേബി പ്ലാന്റ് വരാത്തതെന്ന് അറിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാരണം എന്തെങ്കിലും ഒരു വളം കൊടുക്കണം. വളം കൊടുത്താൽ മാസത്തിൽ നമുക്ക് NPK ഫെർട്ടിലൈസർ നമുക്ക് ഇലയിലും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ബാസോക്കോട്ട ഫെർട്ടിലൈസർ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുത്താലൊക്കെ ബേബി പ്ലാന്റ് വരും. പിന്നെ നമുക്ക് അങ്ങനെയുള്ള ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ എന്തായാലും
കൊടുക്കണം കേട്ടോ. കൊടുത്താൽ മാത്രമേ നമ്മളെ ചെടി നല്ല ഹെൽത്തിയാണ്. നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ചാലല്ല നമുക്ക് നല്ല രീതിയിൽ പിന്നെ എണീച്ച് നടക്കാനൊക്കെ പറ്റുക, നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ. അപ്പോൾ എൻ്റെ എല്ലാ അതായത് പിങ്ക് ലെഗസിയിലും അതുപോലെ തന്നെ റെഡ് ലിപ്സ്റ്റിക്കിലും ഒക്കെ തന്നെ ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേബി പ്ലാന്റ് വരുമ്പോൾ നമുക്ക് ബേബി പ്ലാന്റ് ഇങ്ങനെ തന്നെ നമുക്ക് ചട്ടിൻ്റെ അടിയിൽ തന്നെ തിക്കായിട്ട് നമുക്ക് ബേബി പ്ലാന്റ് വരും കേട്ടോ. ഇതിലൊക്കെ ഗ്രീൻ ലെഗസിയിലൊക്കെ ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ നമുക്ക് ബേബി പ്ലാന്റ് വരും. അപ്പോൾ ഇത് പോട്ടൊന്ന് നന്നായിട്ട് ഫുള്ളായതിന് ശേഷം നമുക്കിതിൽ നിന്ന് തൈകൾ അടർത്തി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് ചെറിയ ചട്ടിയിൽ കേട്ടോ. ഇനി ഗ്രോ ബാഗിൽ നട്ട് കൊടുത്തിട്ട് പിന്നെ ചട്ടിയിലൊക്കെ മാറ്റിയാൽ മതി. ഫസ്റ്റ് തന്നെ നമ്മൾ നടുന്ന സമയത്ത് വലിയ പോട്ടൊന്നും എടുക്കേണ്ട, ചെറിയ ചട്ടിയിൽ നമുക്ക് നട്ട് കൊടുക്കാം. ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഞാൻ തണ്ട്, അതായത് മദർ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് ആ വലിയ കാണുന്നില്ല, ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൽ തന്നെ മദർ പ്ലാന്റ് വെച്ച് കൊടുത്തു. അത് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എനിക്കിവിടെ 2 പ്ലാന്റ് വന്നിട്ടോ. ഇത് ബേബി പ്ലാന്റ് വരായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ അത് നട്ട് കൊടുത്ത് അതിന് ശേഷം എനിക്ക് അതിൽ 2 പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് പറയാനുള്ളത്, അവർ നല്ല ഇത് അറിയാൻ കാത്തിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നമുക്ക് മദർ പ്ലാന്റ് അഥവേ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബേബി പ്ലാന്റ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് മദർ പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ചെറിയ സ്റ്റെം അവിടെ വെക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സാഫ് എന്ന ഫംഗിസൈഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മദർ പ്ലാന്റ് നമുക്ക് പുതിയതായിട്ടുള്ള പ്ലാന്റ് ആകും. അവിടുന്ന് നമുക്ക് ബേബി പ്ലാന്റ് വരും. ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഒരു മണ്ണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോട്ടി മിക്സ് എടുത്തിട്ട് നമുക്ക് ഒരു പ്ലാന്റ്, ഏതായാലും നമുക്ക് ഇതിലൊക്കെ ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു റെഡ് ലിപ്സ്റ്റിക്കിനെ കട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ഏതായാലും നമുക്ക് ഈ കോമൺ ആയിട്ട് കാണുന്നൊരു പ്ലാന്റ് ആണല്ലോ. ഞാൻ ആ റെഡ് കളറുള്ള നമ്മൾ അഗ്ലോണിമ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് ബേബി പ്ലാന്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ ഒരുപാട് നോഡ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് ആ പിടിപ്പിച്ച തൈകൾ വന്ന പെട്ടെന്ന് ഇഷ്ടംപോലെ, അതായത് നമ്മൾ സെയിൽ നടത്തുന്നവർക്ക്, അതപ്പം ഞാൻ കട്ട് ചെയ്താട്ടോ, സെയിൽ നടത്തുന്നവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ 1 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു തൈ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഒരു 4-5 ഇല നമ്മൾ എടുത്ത് കളയണം കേട്ടോ. 5-6 ഇല നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത സ്ഥലത്ത് കുറച്ച് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുറിച്ചെടുത്ത ഈ ഒരു മദർ പ്ലാന്റിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സാഫ് അല്ലെങ്കിൽ നമ്മൾ ആ മുറിച്ച ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫംഗൽ വന്നിട്ട് നമ്മുടെ ഇപ്പം കട്ട് ചെയ്ത ചെടി വരെ നമുക്ക് നശിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സാഫ് എന്ന ഫംഗിസൈഡ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു 5-6 ഇല ഞാൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ സ്റ്റെമ്മ് കിട്ടും. അപ്പോൾ ഞാൻ ഒഴിവാക്കി എടുത്തിട്ട്, അപ്പോൾ അതാണില്ല, ഒരു 5 ലീഫ് ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സാഫ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നുണ്ട്. അവർക്ക് നല്ല ഇതറിയാനുള്ള എല്ലാവർക്കും വേണ്ടി കാണിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഞാൻ 2 സ്റ്റെം ഒരു നോഡ് വെച്ചിട്ടുള്ള 2 സ്റ്റെമ്മാണ് കേട്ടോ എടുത്തത്. ആ 2ൻ്റെ ആ സൈഡിലും ഈ സൈഡിലും നമ്മൾ എന്ത് ചെയ്ത് സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മുറിച്ച ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ എടുത്ത മദർ പ്ലാന്റിൻ്റെ ഇത് നമ്മൾക്ക് സാഫ് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു പുതിയ തൈയായി കിട്ടിട്ടോ. അതെന്തായാലും പിടിക്കും. ഇപ്പോൾ ഞാൻ വേറൊരു പോട്ട് എടുത്ത് വെക്കാത്തതിനെ കൊണ്ട് ഞാൻ ഇതിൽ തന്നെ നട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്ന് നട്ട് കൊടുത്തൊരു ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്ത നമ്മുടെ ചോക്ലേറ്റ് പിന്നെന്താ പറയുക കോട്ടൺ പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ പിന്നെന്താ പറയുക ഇതിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ, അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മറ്റേത് നമുക്ക് അതിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ നിന്ന് ബേബി പ്ലാന്റ് വരും കേട്ടോ. അതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പരന്ന ഒരു പോട്ടൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് വലിപ്പമുള്ള പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെം തന്നെ കുറേ പീസാക്കിയിട്ട്, കുറച്ച് ചില പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ അങ്ങനെ നീണ്ടു പോകും കുറച്ച്. ഉദാഹരണത്തിന് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ പിങ്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ണങ്ങൾ എടുക്കാൻ പറ്റും. ഒരുപാട് സ്റ്റെം ഇങ്ങനെ പീസായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തൈകൾ വരും. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിച്ചിരുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ബേബി പ്ലാന്റ് ഉണ്ടാക്കുക, അഗ്ലോണിമ പ്ലാന്റിൽ നിന്ന് ഇഷ്ടംപോലെ ബേബി പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാലും മതി.
അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഗ്ലോണിയം പ്ലാന്റിൽ ഒരുപാട് തൈകൾ വരും. പിന്നെ തൈകൾ വരാനുള്ള പ്രധാന കാര്യം, അപ്പോൾ ഇതിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യാതെ തന്നെ തൈകൾ വന്നതാണ്. അതിന് നമ്മൾ മാസത്തിൽ എന്തായാലും ഇവർക്ക് വളം കൊടുത്തേ തീരുള്ളൂ. ഇനി പോട്ട് ഫുള്ളായിട്ട് ബുഷിയായിട്ട് തൈകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോട്ട് റീപോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് വളരാനുള്ള ഒരു സൗകര്യം, അതായത് വായുസഞ്ചാരം കിട്ടണമെങ്കിൽ നമ്മൾ റീപോർട്ട് ചെയ്യണം. നമ്മൾ എടുക്കുന്ന മണ്ണ് നീർവാഴ്ചയുള്ള അല്ലെങ്കിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് എടുക്കണമെന്ന് പറയാൻ കാരണം, ഈ ഒരു ചെടി കണ്ടില്ലേ നടുവിലുള്ള ആ ഒരു ചെടിക്ക് അപ്പുറം നിൽക്കുന്നതിൻ്റെ ഉള്ളിലൊരു ചെടി, അത് ഞാൻ ഇതുപോലെ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താണ്. കുറച്ചൊന്നിങ്ങനെ നിൽക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ അത് ഹെൽത്തി ആകും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വായുസഞ്ചാരം വേണം. അതിനാണ് നമ്മൾ ഉമി പെർലൈറ്റൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. വായുസഞ്ചാരം കിട്ടിയാലും മണ്ണിന് നല്ല ഇളക്കുണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് നന്നായിട്ട് വേരോടാൻ പറ്റുള്ളൂ അല്ലേ. വേരോടണമെങ്കിൽ നമുക്ക് നല്ല ഇളക്കമുള്ള മണ്ണാണോ. നമ്മളെ ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പോട്ട് കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ തീരെ വെയിറ്റ് ഉണ്ടാവരുത് കേട്ടോ. വെയിറ്റ് ഇല്ലാത്ത ഒരു മണ്ണിലാണ് നമ്മൾ നട്ടുകൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും.